എന്റെ പേര് നിനക്കെങ്ങനെ അറിയാം? ഇത് ഞാനാ, നിന്റെ സ്കൂളിലെ ഫ്രണ്ട് സന്ധ്യ. ഞാൻ വരെ ഇതിന് പ്രേതബാധണ്ടെന്ന് വിശ്വസിച്ചടി. ഈ പാവ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്താ ഇങ്ങനൊരു മാറ്റം? സന്ധ്യയോ പരിമളമോ? തൈരൊക്കെ വെച്ച് ഉടക്കോ, എനിക്ക് വേണ്ടി ഒന്ന് ഉടച്ചു കാണിക്കോ പ്ലീസ്. ആ ഉടക്കാം. എടാ ചിണ്ടു, എടാ നീ എവിടെയാടാ? ഇവളെന്റെ കൈ മുറിക്കുന്നടാ. പൂർണി, ഞാനില്ലാത്ത സമയത്ത് ലൗഡ് ഗോപിയുടെ കൈ എടുത്തല്ലേ? പതുക്കെ. ചിണ്ടു, എഴുന്നേക്ക്. Get up. നീ എഴുന്നേക്കുന്നുണ്ടോ? സന്തോഷ ജന്മദിനം ചിണ്ടുന്. സന്തോഷ ജന്മദിനം ചിണ്ടുന്. ചിണ്ടു നീ കുറുമ്പനായി ജനിച്ചല്ലോ. ഈ പൊട്ടന നിന്റെ അച്ഛൻ. ഹാപ്പി ബർത്ത്ഡേ ചിണ്ടു. താങ്ക് യു അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ ചിണ്ടു. താങ്ക് യു അമ്മ. ശരി, ഓക്കെ, സ്കൂളിൽ പോകാൻ നോക്ക്. അമ്മ, ഇന്ന് ഞാൻ സ്കൂളിൽ പോവാതെ ലീവ് എടുത്തോട്ടെ? ചിണ്ടു, രാവിലെ തന്നെ നീ കുറുമ്പ് കാണിക്കല്ലേ. ഇന്ന് കളർ ഡ്രസ് ഇട്ടോണ്ടല്ലേ പോകുന്നേ? എന്തിനാ മടി കാണിക്കുന്നേ? പോയിട്ട് വന്നേ. ഹായ്, അത് ശരിയാണല്ലോ, ഇന്ന് കളർ ഡ്രസ് ഇട്ട് പോവാല്ലേ? അപ്പൊ സ്കൂളിൽ പോയി എനിക്ക് ഷോ ഇറക്കാം. ശരി അമ്മ, ഞാനിന്ന് സ്കൂളിൽ പൊക്കോളാം. ആ ശരി. ചിണ്ടു, എന്തു പറ്റി പാവയുടെ കൈക്ക്? അച്ഛാ, അതാ പൂർണിയ അച്ഛാ. അവളെ ഇന്നലെ ലൗഡ് ഗോപിയുടെ കൈ വെട്ടിക്കളഞ്ഞു. അയ്യോ, സന്ധ്യ. എന്ത് സന്ധ്യയോ? അല്ല, നീ എന്തുവരെ വിളിക്കുന്നേ? ഗോപി. ഗോപി. നിനക്കൊന്നും പറ്റിയില്ലോ. അച്ഛാ, നിങ്ങൾ പോയി അവളോട് ചോദിക്കേ. ചോദിക്കാൻ പോവാ ഞാൻ. ഞാനും വരാം. പൂർണി, ഈ പാവയുടെ കൈ എന്തിനാ മുറിച്ചേ? ചുമ്മാ ഒരു രസത്തിനോ? നോക്ക്, ഇനി ഇതിന്റെ മേല് കൈവച്ചാലുണ്ടല്ലോ നല്ല അടി കിട്ടും നിനക്ക്. ചിണ്ടു, അവൾ എന്തെങ്കിലും ചെയ്ത എന്നോട് പറയ്, മനസ്സിലായോ? വെറുതെ ഇരിക്കുന്നവളെ പിരിയേറ്റ് വിട്ടല്ലോ ഇപ്പോ. ഇങ്ങനെയാണെങ്കിൽ എന്റെ തല പോകുന്ന തോന്നുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഗോപി. എടാ ചിണ്ടു, പൂർണിയ വെറുതെ ദേഷ്യം കയറ്റി വിട്ടല്ലോ. അവളെന്നെ കൊല്ലുവെന്നാ തോന്നുന്നേ. ഗോപി, നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. പൂർണ്ണി നിന്നൊന്നും ചെയ്യില്ല. അച്ഛൻ അവളെ ചീത്ത പറഞ്ഞല്ലേ? അച്ഛൻ എന്ന് പറഞ്ഞവർക്ക് പേടിയാ. അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട. ഞാൻ ഉടനെ ചോക്ലേറ്റ് കൊടുത്തിട്ട് വരാട്ടോ. ഇന്ന് സ്കൂളിൽ ഞാനാ ഹീറോ. എടാ, ഞാനിവിടെ സീറോ ആവാൻ പോവാടാ. അതൊന്നും നിനക്കൊരു വിഷയമേ അല്ലല്ലേ. വെരി ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ക്ലാസ് തുടങ്ങിയല്ലോ. ചിന്തു, നീ എന്താ കളർ ഡ്രസ് വന്നിരിക്കുന്നേ? അതുണ്ടല്ലോ മിസ്, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അങ്ങനെയാണോ? സൂപ്പർ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ചിന്തു. ഓക്കെ, എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്ക്. ഓക്കെ മിസ്. താങ്ക് യു മിസ്. ഡാ ഗോപാലേ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ദാ ചോക്ലേറ്റ് എടുത്തോ. ഹാപ്പി ബർത്ത്ഡേ ചിണ്ടു. എടാ ചിണ്ടു, ഞാനൊരു ചോക്ലേറ്റും കൂടി എടുത്തോട്ടെ? ഒന്നീ കൂടുതലെടുത്താൽ നിനക്കെന്റെ കൊട്ട് കിട്ടും. ഓക്കെ. ലില്ലി, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ഹാപ്പി ബർത്ത്ഡേ ചിണ്ടു. ദാ ചോക്ലേറ്റ്. ചിണ്ടു, ഞാൻ ഒരു ചോക്ലേറ്റ് കൂടെ എടുത്തോട്ടെ? നീ 10 എടുത്തോ ലില്ലി. കൊടുത്തേക്കില്ലേ? ഇനി ക്ലാസ് തുടങ്ങിയാലോ? എന്താ ആരും എനിക്ക് ഗിഫ്റ്റ് തന്നില്ലല്ലോ. ചിണ്ടു, പറ ഗോപാൽ. നിനക്കൊരു സർപ്രൈസ്. എന്ത് ഗിഫ്റ്റാ? ദാ. താങ്ക്സ് ഗോപാൽ. റിങ്. ഗോപാൽ, ദാ നീ ചോക്ലേറ്റ് എടുത്തോ.
12. നീ എത്ര വേണമെങ്കിലും എടുത്തോ. താങ്ക്സ് ഗോപാൽ. റബ്ബർ. ആ ചോക്ലേറ്റ് താട ഇങ്ങോട്ട്. ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ ഡീസെന്റ് ആയിട്ട് എഴുന്നേറ്റ് നിന്നു. ഗോപാൽ കൈ കാണിക്ക. ഹോംവർക്ക് ചെയ്ത് എന്തിനാ നീ ഇങ്ങോട്ട് വരുന്നത്? ചിണ്ടു നീ കാണിച്ചേ. മിസ് ഇന്ന് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ മിസ്. ഇന്ന് നീ രക്ഷപ്പെട്ടു. 4 ഇതും ചേർത്ത് ഞാൻ തരുന്നുണ്ട്. ഓക്കെ മിസ്. ഷേ എല്ലാ ദിവസവും ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പരിമളം ചേച്ചി, ഏയ് ചിന്തോ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ഓ പെരുന്നാളാണോ? വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ചിന്തു. ദാ ചോക്ലേറ്റ് എടുക്കുന്നേ. താങ്ക് യു. ആ ചേച്ചി, ഇന്ന് 7 മണിക്ക് എന്റെ വീട്ടിൽ കേക്ക് കട്ടിംഗ് ഉണ്ട്, വരണേ. അഭിനയോ? ശരി ഞാൻ വരാം. ചിന്തോൻ മെന്ന് ബാ. വേണ്ട വേണ്ട വേണ്ട, എന്റെ അമ്മ വാങ്ങല്ലേന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമില്ലെന്ന് പിടിക്കി പിടിക്കാതെ പറഞ്ഞത് പിടിക്കടാ. ആ, ശരി ഓക്കെ ബൈ. ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അമ്മ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞു. ചോക്ലേറ്റ് എല്ലാം കൊടുത്തോ? അധികതാ. ദാ ഞാൻ നിന്നോട് എന്താ പറഞ്ഞിരിക്കുന്നേ? ആരെടുത്തൊന്നും കാശ് വാങ്ങരുതെന്നല്ലേ? സോറി അമ്മ. അത് വിട്, എത്രയുണ്ടെന്ന് നോക്കട്ടെ. ശരി ഓക്കെ ബൈ. ഇതെന്താ ഞാൻ എടുക്കാന്ന് വെച്ച കാശ് ഇപ്പൊ അമ്മ എടുക്കാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ചിണ്ടു ഫോൾട്ട്. കുരുത്തക്കേടിൻ മന്നൻ, ഞങ്ങളുടെ ചിണ്ടു കണ്ണൻ. ചിണ്ടു കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് അമ്മയ്ക്ക് കൊടുക്ക്. ഇവൻ എനിക്കാ കേക്ക് തരാൻ പോകുന്നേ, കാരണം ഇവൻ എന്റെ ചങ്ക് ഫ്രണ്ടാ. ഓ ഈ ചെക്കൻ നന്നാവില്ലല്ലേ? അച്ഛാ നിങ്ങൾക്ക് പൂവ് വേണോ? ആ പൂ 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 പൂ. നിങ്ങൾ എന്താ ഇങ്ങനെ? എടി ഇത് കൊള്ളാടിയത്. ചെറിയ പിള്ളേരെ പോലെ ഓരോന്ന് കാണിക്കുക. എന്താ ഗോപി ഇവൾ കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടേയിരിക്കുന്നേ? ഇവൾ എന്റെ കഴുത്ത് വിട്ടത് പോയില്ലെന്നാ തോന്നുന്നേ. എടാ ഗോപി, ദാ നിനക്ക്. എടാ എന്താടാ തേരങ്ങട്ട് കരുത്തി കാണിക്കുന്നേ? മിണ്ടായിരിയടാ. നിന്റെ കൈ വെട്ടിയതിന് നീ എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കല്ലേ? എന്നെ നീ കരയിച്ചില്ലേ? ഇനി നീയാ കരയാൻ പോകുന്നേ. സ്വപ്നായിരുന്നോ? ഗോപി, നാളെ എങ്ങനെങ്കിലും അവളുടെ അടുത്ത് നിന്ന് അവനെ രക്ഷിച്ചെടുക്കാൻ പറ്റിയ ഞാൻ ഈ ജീവിതത്തിലെ വിജയിച്ചു. ചിണ്ടു, നീ ഉഷാറായിട്ടിരിക്കണേ. അയ്യോ ചക്കരക്കുട്ടി അറിയിക്കോട്ടോ. അച്ഛാ പറയൂ പൂർണ്ണി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്ത് ഹെൽപ്പാ വേണ്ടേ? ചിണ്ടോന്റെ കയ്യിലുള്ള പാവയില്ലേ, അത് ഞാൻ നാട്ടിൽ കൊണ്ടുപോകട്ടെ? പൂർണ്ണി, അത് ഭയങ്കര ബുദ്ധിമുട്ടാന്നേ. അതുണ്ടല്ലോ അച്ഛാ, ഈ പൂർണിയില്ലേ, അവളെ നാളെ നാട്ടിൽ പോകുമ്പോ ആ പാവക്കുട്ടിയുടെ തല കട്ട് ചെയ്തിട്ട് പോകുന്നാ പറയുന്നേ അച്ഛാ. അവൾ അങ്ങനെ പറഞ്ഞു? അമ്മേ, എനിക്ക് ആ പാവയെ ഒരുപാട് ഇഷ്ടാണമ്മേ. പക്ഷെ അവൻ തരില്ലല്ലോ. എനിക്കെന്തോ പേടിയാവുന്ന അച്ഛാ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട,
അതെല്ലാം ഞാൻ നോക്കിക്കോളാം, മനസ്സിലായില്ലേ? ഞാൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പ്ലീസ് അമ്മേ. ശരി, ഓക്കെ, ശരി ശരി, ഞാൻ അവനത് അറിയാതെ എടുത്തുകൊണ്ട് തരാം. താങ്ക്സ് അമ്മേ.